16-ാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പ്രവാചകനും തത്വചിന്തകനും ഫാർമിസ്റ്റുമായിരുന്ന നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗമനവും നോസ്ട്രഡാമസിൻ്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പ്രവചനങ്ങൾ എന്ന പേരിലുള്ള നോസ്ട്രഡാമസിൻ്റെ വിഖ്യാത ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത്. ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടന്നെത്തുന്ന 2024 സംബന്ധിച്ച ചില പ്രവചനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന കാട്ടുതീയും സർവർ റെക്കോർഡുകളും മറികടക്കുന്ന താപനില വർധനവും കാരണം കാലാവസ്ഥാ ദുരന്തത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് നോസ്ട്രഡാമസ് പ്രവചിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വരണ്ട ഭൂമി കൂടുതൽ വരളും, അതിനിടയിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകും എന്ന പ്രവചനം കാലാവസ്ഥാ ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത്. പകർച്ചവ്യാധിയുടെ വ്യാപനം കാരണം വലിയ ക്ഷാമം ഉണ്ടാകും എന്നാണ് നോസ്ട്രഡാമസ് പറഞ്ഞിരിക്കുന്നത്. നോസ്ട്രഡാമസിന്റെ പ്രവചനമനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം മറ്റൊരു മാർപ്പാപ്പ ഉടൻ വന്നേക്കാമെന്നാണ് പലരും കരുതുന്നത്. വളരെ പ്രായമായ ഒരു പുരോഹിതന്റെ മരണശേഷം വളരെക്കാലം സിംഹാസനത്തിലിരിക്കുന്ന പ്രായം കുറഞ്ഞ ഒരു റോമൻ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് നോസ്ട്രഡാമസ് തന്റെ പുസ്തകത്തിൽ എഴുതിയത്. ബ്രിട്ടനിലെ ഹാരി രാജകുമാരൻ രാജാവായി മാറുമെന്നുള്ളതാണ് 2024 സംബന്ധിച്ച ശ്രദ്ധേയമായ പ്രവചനം. അദ്ദേഹത്തിൻ്റെ കിങ് ഓഫ് ഐൽ എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം ചാൾസ് മൂന്നാമൻ രാജാവിനെക്കുറിച്ചാണ് ഇക്കാര്യം പറയുന്നതെന്നും ചിലർ കരുതുന്നുണ്ട്. ഉടൻ ഒരു പുതിയ രാജാവ് കിരീടധാരണം ചെയ്യും. രാജാവിൻ്റെ ഭരണം ഭൂമിയെ ഏറെ നാൾ സന്തോഷിപ്പിക്കും എന്നാണ് നോസ്ട്രഡാമസ് പറയുന്നത്. ചൈന യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള പ്രവചനവും നോസ്ട്രഡാമസ് നടത്തിയിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കരയുദ്ധങ്ങളും കടൽ യുദ്ധങ്ങളും വർദ്ധിക്കും. കൂടാതെ ചുവന്ന ശത്രു ഭയത്താൽ വിളറുകയും വിശാലമായ സമുദ്രത്തെ ഭയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള നോസ്ട്രഡാമസിൻ്റെ വാക്കുകളാണ് ചൈനയെക്കുറിച്ചുള്ളതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുവപ്പ് നിറം ചൈനയെയും അതിൻ്റെ ചുവന്ന പതാകയുമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കടൽ യുദ്ധം എന്നുള്ളത് തായ്വാനും ചൈനയുമായുള്ള സംഘർഷത്തെ അർത്ഥമാക്കാമെന്നും കരുതപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേന സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. ഇതൊക്കെ പറഞ്ഞാലും കുറേ പ്രവചനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും നോസ്ട്രഡാമസിൻ്റെ 2023 ഏറ്റവും ഭയാനകരമായ ചില പ്രവചനങ്ങൾ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ലെന്നുള്ളതാണ് ഒരു ആശ്വാസം.